ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ ലേഖന ഭാഗത്തിൽ വിശുദ്ധ പൗലോസിലെ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പൗലോസിലെ പറയുകയാണ്, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുതെന്ന് പറയുകയാണ്. നോമ്പിലായിരിക്കുന്ന നമ്മളോടും പൗലോസിലെ പറയുന്ന, അല്ലെങ്കിൽ സഭ തന്നെ നമ്മളോട് പറയുന്ന മനോഹരമായിട്ടൊരു വചനമാണ്, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അല്ലെ, നിങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ആത്മീയ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് സാത്താന് നിങ്ങൾ അവസരം നൽകരുത്. എന്നിട്ട് പൗലോസിലെ പറയുന്ന കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് പറയണം, മോഷ്ടിക്കുന്നവൻ ഇനി മോഷ്ടിക്കരുത്. അല്ലെ, ആത്മീയ ഉത്കർഷത്തിനായിട്ടുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും നന്മ പ്രവർത്തികൾ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അധരങ്ങളിലെ സംസാരം നന്മയുള്ളതാകട്ടെ എന്ന് പറയുകയാണ്. മറ്റുള്ളവരെ തിന്മയിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ നമ്മെ തന്നെ തിന്മയിലേക്ക് നയിക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കരുത്. അങ്ങനെയുള്ള സംസാരവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകരുതെന്ന് പൗലോസിലെ നമ്മൾ ഉപദേശിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വചനഭാഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും സാത്താന് അവസരം കൊടുക്കാതിരിക്കാനായിട്ട് പരിശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വാക്കുകളെ കൂടെ ഒന്ന് ശ്രദ്ധിച്ച് മറ്റുള്ളവരെ തിന്മയിലേക്ക് നയിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ തന്നെ തിന്മയിൽ അകപ്പെട്ടു പോകുന്നതോ ആയിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങൾ നമ്മൾ ഒഴിവാക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.